വലിയ പ്രതീക്ഷ നൽകുന്നവയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നാടക മത്സരങ്ങളെന്ന് ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ. സ്കൂൾ കലോത്സവ വേദികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതിഭകളിൽ പലരെയും പിന്നീട് കലാരംഗത്ത് കാണാൻ കഴിയുന്നില്ലെന്നത് സങ്കടകരമാണ്. ഇപ്പോഴത്തെ കലോത്സവ വേദികൾ ഭാവിയുടെ പ്രതീക്ഷയാണെന്നും സംവിധായകൻ പ്രിയനന്ദൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. റിയാസ് കെമാർ, ക്യാമറമാൻ അരുൺ മുഴക്കുന്ന് എന്നിവർ തയ്യാറാക്കിയ വാർത്ത കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയും വേദിയും എന്ന് പറയുന്നത് കൗമാര കലാപ്രതിഭകളുടെ മാത്രം സംഗമവേദിയല്ല. അതിനപ്പുറത്ത് മുൻപേ കടന്നുപോയ ഒരുപാട് കലാപ്രതിഭകളുടെ കൂടി ഒരു സംഗമവേദിയാണ്. മത്സരങ്ങൾ കാണാനും പുതിയ പ്രതിഭകളെ കണ്ടെത്താനുമൊക്കെയായി പലപ്പോഴും സിനിമാരംഗത്തുള്ള പ്രമുഖരുൾപ്പെടെ ഇത്തരത്തിൽ കലോത്സവ നഗരിയിലെത്താറുണ്ട്. അങ്ങനെ ഒരു സിനിമാരംഗത്തെ പ്രമുഖരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സംവിധായകൻ പ്രിയനന്ദനാണ്. അദ്ദേഹം ഇന്ന് നാടക മത്സരം കണ്ടു എന്നാണ് അറിയുന്നത്. സാർ, എങ്ങനെയുണ്ടായിരുന്നു നാടക മത്സരം? അല്ല, നാടകങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നാടകം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാള നാടകവേദിയിൽ ഏറ്റവും പുതുമയാർന്ന, ഏറ്റവും പ്രത്യേകതയാർന്ന ഒരു നാടകങ്ങൾ സംഭവിക്കുന്നത് സത്യത്തിൽ സ്കൂൾ നാടക വേദിയിലാണ്. മികച്ച അനുഭവമായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാനതിനിടയിലൊന്ന് മെയിൻ സ്റ്റേജിലേക്ക് ഒന്ന് വന്നതാണ്. കാരണം എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് അവിടെ വരുന്ന പ്രതിഭകൾ, ബാലപ്രതിഭകൾ. പിന്നെ മാത്രമല്ല, വളരെ വ്യത്യസ്തമാർന്ന പ്രമേയങ്ങളാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തും. മലയാള നാടകവേദിയിലെ മുന്നേറ്റം ഇന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് സ്കൂൾ നാടകവേദിയുടെ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അത്രയേറെ പ്രതിഭകളാണ്. എവിടെയാണ് ഇവരൊക്കെ പിന്നീട് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമ്മളാകെ സങ്കടപ്പെടുന്നത്. കാരണം ഒന്നിനൊന്ന് നമ്മൾക്ക് മികച്ചൊരു നടനെയോ നടിയോ ഒക്കെ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മികച്ച നാടകം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പണിയായിട്ട് തോന്നാറില്ല. മികച്ച അനുഭവമാണ്. മറ്റൊന്ന്, സാർ, ഇപ്പോൾ ഈ നമ്മുടെ തൃശ്ശൂരാണ് കലോത്സവം എത്തിയിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ഒരു കലോത്സവത്തുമ്പോൾ ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ അനുഭവപ്പെടുന്നത്? ഇല്ല, കല ഏത് ഭാഗത്തായാലും നമ്മൾ അവിടേക്ക് എത്തുമെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കലയ്ക്ക് അങ്ങനെ ഒരു പ്രാദേശികവാദമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള പ്രാദേശിക കുറേ മനുഷ്യർ എൻ്റെ വ്യക്തമായി ചെയ്യാനുള്ളൊരു അവസ്ഥയാണ്. ഞാനിപ്പോൾ ഇതായിട്ട് സിനിമ കുട്ടി, അപ്പോൾ അതുകൊണ്ട് അസാധ്യ തരത്തിലാണ് അവർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും വളരെ പ്രത്യേകത കുട്ടികൾക്കുണ്ട്. കാരണം അവർക്ക് വലിയവരുടെ ഭാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ സത്യസന്ധരാണ്. അതുകൊണ്ടാണ് അവർ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മൾ മുതിരും തോറും നമ്മൾ കള്ളത്തരങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ പുറകോട്ട് പോകും. മുതിർന്നവരാണ് പുറകോട്ട് പോകുന്നത്. കുട്ടികൾ മികച്ചവരായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഈ കലോത്സവ വേദികളിലൂടെ കടന്നു വരുന്ന പുതിയ കുട്ടികളിൽ നമ്മുടെ ഭാവി കലാലോകത്തിന് പ്രതീക്ഷയുണ്ട്. അല്ല, അതെന്താ വെച്ചാലേ, കലയുള്ളൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നന്മയുള്ളവരായി തീരുന്നതാണ്. കലയില്ലാത്തവരെക്കാളും നന്മയുള്ളവർ ഏത് ജോലിക്ക് പോയാലും ഏത് മേഖലയിലാണ് അവർ എത്തിപ്പെടുന്നതെങ്കിലും മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കും കല.